ഈ പാലക്കാട്ടേക്കാണ് പോകുന്നത്. ഇന്ന് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിൽ ആയില്യമാണ്. ആയിരക്കണക്കിന് ഭക്തരാണ് പുലർച്ചെ നിർമാല്യ ദർശനത്തിന് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത്. ഉച്ചയ്ക്ക് ശേഷം നാഗരാജാവിൻ്റെ എഴുന്നള്ളത്ത് നടക്കും. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇന്ന് ആയില്യമാണ്. പ്രത്യേകിച്ച് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ആയില്യ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്, അല്ലേ? ശരി, മനോജാണ് ചേരുന്നത്. മനോജ്, ഇപ്പോൾ എങ്ങനെയുണ്ട് അവിടെ ഭക്തജന തിരക്ക്? വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ മുതൽ തന്നെ നിർമാല്യ ദർശനത്തിനായി നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം ഏറെ പ്രത്യേകതയുള്ളത് തന്നെയാണ്. കാരണം ഈ ആയില്യം എന്ന് പറയുന്നത് വെട്ടിക്കോട് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഇവിടെ തിരക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു നാഗരാജ ക്ഷേത്രമെന്നാണ് വെട്ടിക്കോട് ഈ നാഗരാജ ക്ഷേത്രം അറിയപ്പെടുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന എഴുന്നള്ളത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എന്തായാലും ഈ ക്ഷേത്രത്തിൽ നിന്നും നാഗയക്ഷി സമേതനായി നാഗരാജാവ് ഈ ഇല്ലത്തിലേക്ക്, അതായത് ഇല്ലത്തെ നിലവറയിലേക്ക് പോകുന്നതാണ്, അവിടേക്ക് എഴുന്നള്ളുന്നതാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. അതാണ് വലിയ പ്രത്യേകത. എന്തായാലും ഈ തിരക്കൊക്കെ നമുക്ക് കാണാം. ആയില്യ ദിനം അത് തന്നെയാണ്. ഏറെ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ക്ഷേത്രം വളരെയധികം അലങ്കൃതമായ ഈ ദിവസം വളരെയധികം സന്തോഷവാന്മാരുമായി ഇവിടേക്ക് എത്തുന്ന ഭക്തർ, ആ ദർശനത്തിന് വേണ്ടി, ദർശന പുണ്യത്തിന് വേണ്ടി ഇവിടേക്ക് എത്തുന്ന ഭക്തർ, അത് തന്നെയാണ് ഈ തിരക്കിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരുപാട് പേര് അങ്ങനെ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളോടൊപ്പം ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ശ്രീവത്സൻ തിരുമേനി ചേരുന്നുണ്ട്. ഈ ദിവസം വളരെയധികം പ്രത്യേകത ഉള്ള ദിവസം തന്നെ. ശ്രീ നാഗരാജസ്വാമി ശരണം. ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവമാണെന്ന്. ഇന്ന് അഭേദ്യപൂർവമായ ഭയങ്കര തിരക്കാണ്. അപ്പം ഇവിടെ രാവിലെ ഇന്നത്തെ പൂജകളെല്ലാം കഴിഞ്ഞു. നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്താണ് ഉച്ചയ്ക്കുള്ളത്. കേരളത്തിലെ ആദ്യ നാഗക്ഷേത്രം എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. പരശുരാമൻ മഴുകൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി അവിടെ നാഗരാജസ്വാമിയെ പ്രതിഷ്ഠിച്ചതുകൊണ്ടാണ് ആദിമൂലം വെട്ടിക്കോട് എന്നുള്ളത്. മണ്ണ് വെട്ടിക്കൂട്ടി എന്നുള്ളത് കൊണ്ടാണ് വെട്ടിക്കോട് എന്നൊരു നാമം ഉണ്ടായത്. ആദ്യ നാഗപ്രതിഷ്ഠ എന്നുള്ള നിലയിൽ ആദിമൂലം വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നു. ഉച്ചക്കലത്തെ എഴുന്നള്ളത്താണ് ഇന്നത്തെ പ്രത്യേകത. അനന്തസ്വാമി, അതായത് അഷ്ടനാഗങ്ങളിൽ ശ്രേഷ്ഠനും ജ്യേഷ്ഠനുമായ അനന്തനെ നാഗരാജാവായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവം എന്ന് പറയുന്നത് നാഗരാജസ്വാമിയുടെ അനന്തൻ്റെ ജന്മദിനമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരുനാളായി ആഘോഷിക്കുന്നു. ഉച്ചക്കലത്തെ എഴുന്നള്ളത്താണ് ഇനിയും നടക്കുന്ന പ്രധാന ചടങ്ങ്. ഈ ചടങ്ങ് ദർശിക്കുന്നവർക്ക് വരുന്ന ഒരു വർഷക്കാലം വിഷഭയമുണ്ടാകില്ല എന്നൊരു വിശ്വാസമുണ്ട്. വ്രതശുദ്ധിയോടും ഭക്തിയോടും കൂടി ഈ എല്ലാ ഭക്തജനങ്ങൾക്കും നാഗരാജസ്വാമിയുടെ ദർശനം സഫലമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി. പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്താ? ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ അസുരശില്പിയായ മായനെ കൊണ്ട്, അതായത് പരശുരാമസ്വാമി മഴുകൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി അവിടെ നാഗരാജ പ്രതിഷ്ഠ നടത്താൻ തീരുമാനിക്കുകയും അനന്തനെ ആവാഹിക്കുന്നതിനായി അസുരശില്പിയായ മയനെ കൊണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കി അതിൽ നാഗരാജ ചൈതന്യത്തെ, അനന്തൻ്റെ ചൈതന്യത്തെ നാഗരാജസ്വാമിയായി ആവാഹിച്ച് പ്രതിഷ്ഠിച്ചതാണ് ഈ ഇവിടുത്തെ പ്രത്യേകത. മേപ്പള്ളി ഇല്ലത്തെ നിലവറയിലേക്കാണല്ലേ യാത്ര, ഈ എഴുന്നള്ളത്ത് മൂലസ്ഥാനം. അതായത് ഈ നാഗരാജ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം അതിൻ്റെ അവകാശം, ഈ ക്ഷേത്രത്തിൻ്റെ അവകാശം മേപ്പള്ളി ഇല്ലത്തിന് തരികയാണ് ചെയ്തത്. മേപ്പള്ളി ഇല്ലത്തെ കാരണവരാണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. ഈ വർഷം ഇപ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം 3 മണിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്നും നാഗരാജസ്വാമിയെ എഴുന്നള്ളിച്ചിറങ്ങുകയും ഉള്ളുവസ്തുതിയും വിവിധ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിന് വലം വെച്ച് മൂലസ്ഥാനമായ നിലവറയിലെത്തുകയും അവിടെയുള്ള വിശേഷാദി പൂജാദി കർമ്മങ്ങൾ ചെയ്ത് തൃപ്തനാക്കി അദ്ദേഹത്തെ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുകയും ക്ഷേത്രത്തിൽ വന്ന് ഉള്ളുവന്മാരുടെ സ്തുതിഗീതങ്ങളും കേട്ട് വിവിധ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി 5 പ്രദക്ഷിണം പൂർത്തിയാക്കി നാഗരാജസ്വാമിയെ തിരിച്ച് ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ച് ഇരുത്തുകയും അതിനുശേഷം ആണ് അതിപ്രധാനമായ ചടങ്ങാണ് സർപ്പബലി നടത്തുന്നത്. വൈകിട്ടാണ്. കന്നി തുലാമാസത്തിലെ പൂയൻ നാളിൽ മാത്രമേ ദീപാരാധനയുള്ളൂ. അതുപോലെ തന്നെയാണ് ആയില്യം നാളിൽ മാത്രം കന്നിയിലെയും തുലാത്തിലെയും
ആയില്യനാളിൽ മാത്രമേ നാഗരാജസ്വാമിയുടെ അത്താഴപൂജയുള്ളൂ. ആ പ്രത്യേകതയുണ്ട് ഈ ദിനത്തിന്. ഈ വർഷത്തെ ആദ്യത്തെ അത്താഴപൂജ നടക്കുന്നത് ഇന്നാണ്. അതിനുശേഷം അദ്ദേഹത്തിന് സർപ്പബലി നടത്തും. അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. തീർച്ചയായും വളരെയധികം പ്രത്യേകതകളുള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയധികം ഭക്തർ ഒഴുകിയെത്തുന്ന ഒരു ദിനം. അതുതന്നെയാണ് ഇന്ന് നടക്കുന്ന എഴുന്നള്ളത്തിന് തന്നെയാണ് ഏറെ പ്രത്യേകത. 3 മണിയോടുകൂടി എഴുന്നള്ളത്ത് നടക്കും. മേപ്പള്ളി ഇല്ലത്തെ നിലവറയിലേക്ക് എഴുന്നള്ളത്ത് ഉണ്ടാകും. അതിനുശേഷം അവിടെ ഇറക്കി പൂജ, പിന്നീടാണ് തിരിച്ച് എത്തുക. എന്തായാലും അങ്ങനെ ഇവിടെ നിയന്ത്രണത്തിനായി പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നിരവധി വോളണ്ടിയർമാരടക്കം ഉണ്ട്. എന്തായാലും അമ്മമാരൊക്കെ അങ്ങനെ ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു ദിവസം സ്ഥിരമായി ആയില്യത്തിന് ഇങ്ങോട്ടേക്ക് മിക്കവാറും എത്താറുണ്ട്. നേരത്തെ എത്തിയോ? രാവിലെ എത്തും. കുഴപ്പമില്ല. രാവിലെ ഇറങ്ങിയതാ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു 6 മണി 6:15 ഇറങ്ങിയതാ. തിരക്കുണ്ടല്ലോ. നല്ല തിരക്കുണ്ട്. നല്ല തിരക്ക് തന്നെയാണുള്ളത്. ഇതുവഴി ഇങ്ങനെ ക്യൂ നിന്ന് വേണം ഉള്ളിലേക്ക് പോകാനായി. അത്രയധികം തിരക്ക് നിയന്ത്രിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ നാഗരാജ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം, ആദിമൂലം വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അത്രയധികം പ്രത്യേകതകളുള്ള ഈ നാഗരാജ ക്ഷേത്രം തീർത്തും വനനിബിഡമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് പൂക്കളാൽ അലങ്കരിച്ച ആ ഒരു ക്ഷേത്രം കാണാം. ഇതിനുള്ളിലാണ് ഈ പ്രതിഷ്ഠ ദർശിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഇന്ന് നടക്കുന്ന എഴുന്നള്ളത്തിൻ്റെ ഭാഗമാകുവാൻ വേണ്ടി ഭക്തരൊക്കെ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ഈ ഉത്സവത്തെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞു. അതായത് ആയില്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പൂജകൾ, അതോടൊപ്പം തന്നെ പ്രത്യേക ദിനങ്ങൾ, അങ്ങനെ ഏറെ പ്രസിദ്ധമായിട്ടുള്ള ആലപ്പുഴ ജില്ലയിലാണ് കായംകുളത്തിന് സമീപമാണ് ഈ ക്ഷേത്രമുള്ളത്. അങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ ദർശനത്തിനായി എത്തുന്ന, അതായത് അവരുടെ കയ്യിൽ ആ തിരിയും എണ്ണയും ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ ദർശനത്തിനായി രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി. അതെ, തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്, തിരക്കുണ്ട്. എല്ലാ തവണയും ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. ഉണ്ട്. എത്രമാത്രം പ്രാവശ്യം? അത് കണക്കില്ല, എല്ലാ പ്രാവശ്യം വരും. പണ്ടത്തെ പോലെ തന്നെയാണോ ഇപ്പൊ മാറ്റങ്ങളൊക്കെ? അതുപോലൊക്കെ തന്നെ. നേരത്തെ എത്താറുണ്ട്. 3 വർഷം കൊണ്ട് വരുന്നു. തിരക്കുണ്ട്. തീർച്ചയായും അങ്ങനെ ഭക്തരൊക്കെ ഈ തിരക്കിനിടയിലാണ്. എന്നാലും അവർ ദർശനത്തിനായി അങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ആയില്യ ദിനം അതുതന്നെയാണ് ഇവിടേക്ക് എത്തുന്ന ഓരോ ഭക്തരെ സംബന്ധിച്ചിടത്തോളം നാഗരാജാവിനെ ദർശിക്കുക എന്നുള്ളത് ഏറെ പുണ്യം തന്നെയാണ്. അവർ ആ ദിനത്തിനായി കാത്തിരുന്ന് എത്തുന്നവരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് നാഗയക്ഷി സമേതനായി നാഗരാജാവിൻ്റെ എഴുന്നള്ളത്ത് പുള്ളുവൻ പാട്ടും അതോടൊപ്പം തന്നെ വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടെ താലപ്പൊലിയോടെ അങ്ങനെ എഴുന്നള്ളത്ത് നടക്കുമ്പോൾ അത് ദർശിക്കുവാനും അതിൻ്റെ ഭാഗമാകുവാനും ഒക്കെ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് ഈ നാഗപ്രതിഷ്ഠ കാണാൻ സാധിക്കും, നാഗരാജാക്കളുടെ പ്രതിഷ്ഠയൊക്കെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് പുള്ളുവൻ പാട്ട്, അതായത് ഭക്തർ ഓരോരുത്തരും അങ്ങനെ എത്തി സർപ്പദോഷം അകറ്റാനും അത്രയധികം ഭക്തിയോടുകൂടി ഈ പുള്ളുവൻ പാട്ട് ഇവിടെ നടത്തും. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനം ഈ ക്ഷേത്രത്തിന് മുന്നിലുണ്ട്. എന്തായാലും അങ്ങനെ തിരക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും മണിക്കൂറുകളിൽ കൂടുതൽ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തും. പുലർച്ചെയുള്ള നിർമ്മാല്യ ദർശനം അതുതന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഈ പുലർച്ചെ എത്തി നിർമ്മാല്യ ദർശനം നടത്തുന്നവർ അത് മറ്റ് ജില്ലകളിൽ നിന്നടക്കം നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഏറെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ നാഗരാജ ക്ഷേത്രം. വളരെ വിശേഷമായൊരു ദിവസം തന്നെയാണ് ഇന്ന്. ആയില്യമാണ്. പ്രത്യേകിച്ച് വെട്ടിക്കോട് ആയില്യം വളരെ പ്രസിദ്ധമായ ഒന്ന് തന്നെയാണ്. ലക്ഷക്കണക്കിന് ഭക്തരാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നത്. മനോജാണ് അവിടെ നിന്നുള്ള വിവരങ്ങളും ദൃശ്യങ്ങളുമായി ചേർന്നത്.